ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കളക്ഷൻ റെക്കോർഡുകളാണ് പുഷ്പ 2 ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ആദ്യ ദിനം 294 കോടി നേടി ജൈത്രയാത്ര തുടർന്ന ചിത്രം ഇപ്പോൾ 1000 കോടി ക്ലബ് എന്ന നേട്ടവും കൊയ്തു കഴിഞ്ഞു. അതും ചുരുങ്ങിയ ദിവസത്തിൽ. പ്രഖ്യാപനം മുതൽ ശ്രദ്ധിക്കപ്പെട്ട പുഷ്പ 2-വിൽ അല്ലു അർജുന്റെ പ്രതിഫലം 300 കോടിയാണെന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. 2024-ലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ ഉയർന്നുവെന്ന് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു. പുഷ്പ 2 കാട്ടുതീ പോലെ തുടരുന്നതിനിടെയാണ് അല്ലു അർജുൻ 300 കോടി രൂപ ഫീസ് ഈടാക്കിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അല്ലു അർജുൻ തന്റെ സഹ തെലുങ്ക് സൂപ്പർ സ്റ്റാർ പ്രഭാസിനെ മാത്രമല്ല ബോളിവുഡ് താരങ്ങളായ രൺബീർ കപൂർ, രൺവീർ സിംഗ് എന്നിവരെയും മറികടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. റിപ്പോർട്ട് അനുസരിച്ച് പ്രഭാസ് സാധാരണയായി 150 മുതൽ 200 കോടി രൂപ വരെയാണ് മുൻകൂർ ഫീസ് ഈടാക്കുന്നത്. ഈ വർഷം ദീപിക പദുക്കോണിനും അമിതാഭ് ബച്ചനുമൊപ്പം കൽക്കിയിൽ പ്രഭാസ് ഇത്രയും പ്രതിഫലം വാങ്ങിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. അക്ഷയ് കുമാർ, അജയ് ദേവ്ഗൺ, രൺബീർ കപൂർ എന്നിവർ 70 മുതൽ 80 കോടി വരെയും പ്രഭാസ്, രാംചരൺ എന്നിവർ 100 കോടി, രജനികാന്ത്, വിജയ് എന്നീ നടന്മാർ 200 കോടി രൂപയുമാണ് പ്രതിഫലം വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. സൽമാൻ ഖാൻ 200 കോടിയും ലാഭത്തിന്റെ 60% അമീർ ഖാനും സമ്പാദിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 100 കോടിയാണ് ഋതിക് റോഷന്റെ പ്രതിഫലം. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ താരം ഷാറുഖ് ഖാനാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. 350 കോടി രൂപ പ്രതിഫലം വാങ്ങിയാണ് താരം പഠാനിൽ വേഷമിട്ടത്. 300 കോടി രൂപയാണ് അല്ലു അർജുന്റെ പ്രതിഫലം. കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ അമീർ ഖാനും സൽമാൻ ഖാനുമെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.